കുറച്ച് നാൾ മുമ്പ് മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അതിന് താഴെ കുറേ അധികം കമന്റ്സ് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ കമന്റ്സ് ഇട്ടിരിക്കുന്നത് കൂടുതലും ആണുങ്ങളാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് മെയിൽസിന് കമന്റ് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷെ കമന്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യം. ഈ കാലത്ത് ആരാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്? ശരിക്കും ഇപ്പോൾ ഗ്രീൻ മെൻസ്ട്രേഷന്റെ കാലമാണ്. സാനിറ്ററി പാഡ്സിൽ നിന്ന് മെൻസ്ട്രൽ കപ്പിലേക്ക് മെജോറിറ്റി സ്ത്രീകളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ഉത്തരമാണ് പറയേണ്ടത്? ഈ സാധനം കൊണ്ട് സൈഡ് എഫക്ട് എന്തായാലും ഉണ്ടാകും. പുറത്തു പോകേണ്ട ബ്ലഡ് മണിക്കൂറുകൾ പിടിച്ചു നിർത്തി ക്യാൻസർ വരെ ഉണ്ടാകും. മെൻസ്ട്രൽ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരീരത്തിന് റിയാക്ഷൻ ഒന്നും ഉണ്ടാക്കാത്ത ഒരു ഇനേർട്ട് മെറ്റീരിയൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് കാരണം യാതൊരു ജെനിറ്റൽ മാലിഗ്നൻസിയുടെയും റിസ്ക് കൂടുന്നില്ല. മാത്രമല്ല, മെൻസ്ട്രൽ കപ്പ് ഉപയോഗം കാരണം ക്യാൻസർ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ ബ്ലഡ് കെട്ടിക്കിടക്കും, ഇൻഫെക്ഷൻ ഉണ്ടാകും. നോക്കൂ, മെൻസ്ട്രൽ കപ്പിൽ കളക്ട് ചെയ്യുന്ന ബ്ലഡ് എൻവയോൺമെന്റ് ആയിട്ട് കോൺടാക്റ്റിൽ വരുന്നേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് കാരണം സ്മെല്ലോ, ഇറിറ്റേഷനോ, ടിഷ്യൂ റിയാക്ഷൻസോ, ഇൻഫെക്ഷനോ ഒന്നും തന്നെ വരില്ല. പലർക്കും അറിയാത്തത് മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് വജൈനയിലാണ്, അല്ലാതെ യൂറിനറി ട്രാക്റ്റിലല്ല. എന്നിട്ടും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ വൈഫിന് റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നു എന്ന്. സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രോഡക്റ്റിനെ പോലെ മെൻസ്ട്രൽ കപ്പിനും യൂസർ ഗൈഡ് ലൈൻസ് ഉണ്ട്. കൃത്യമായി സ്റ്റെറിലൈസ് ചെയ്ത് പ്രോപ്പർ ഇൻസേർഷൻ ആൻഡ് റിമൂവൽ ടെക്നിക് ഫോളോ ചെയ്താൽ യാതൊരു ഇൻഫെക്ഷനും ഉണ്ടാകില്ല. സാനിറ്ററി പാഡ് ആയാലും മെൻസ്ട്രൽ കപ്പ് ആയാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെൻസ്ട്രൽ ഹൈജീൻ ആണ് മോർ ഇമ്പോർട്ടൻറ്റ്.